ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങളിത് തനുവിനെയൊക്കെ പഠിപ്പിച്ച് ഇൻട്രോ പറയാനൊക്കെ പഠിപ്പിച്ചോണ്ടിരിക്കാറ്. തനു പറഞ്ഞ തനു വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, ഇന്നിപ്പം ദേവൂട്ടി ഇല്ല. ഞാനും നീതും തനുവും കൂടെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതെ ഗൈസ്, തനു വലുതാവുകയാണ്. തനു വലുതായി വരുന്തോറും നമുക്ക് കൂടുതൽ ഉടുപ്പുകളൊക്കെ നമുക്ക് വാങ്ങണം. സോ ഞങ്ങൾ അങ്ങനെ കുറച്ച് പർച്ചേസിന്റെ കാര്യമൊക്കെ ആയിട്ട് വന്നതാണ്. ഞങ്ങളുടെ ഷോപ്പിന്റെ അടുത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്, സിഗ്നേച്ചർ ഇവന്റ്സ് എന്നാണ് ഞങ്ങളുടെ ഇവന്റിന്റെ പേര്. നമ്മൾ പുനലൂർ ബേസ് ചെയ്താണ് ഇവന്റുകൾ ചെയ്യുന്നത്. പുനലൂരിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1-2 ഡിസ്ട്രിക്റ്റിലൂടെ നമ്മൾ ചെയ്യും. സോ നമ്മുടെ കടയൊക്കെ നിങ്ങളിന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കടയിൽ സാധനം ഒന്നും എടുക്കാൻ വന്നതല്ല, ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഞങ്ങളുടെ കട ഇതാണ്, ഒരു ഇവന്റ് മാനേജ്മെന്റ് കടയാണ്. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, കല്യാണങ്ങൾ, ഫങ്ഷൻസ്, ബർത്ത്ഡേസ്, പാർട്ടീസ് എല്ലാം നമ്മൾ ചെയ്യും. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നമ്മളൊരു പേയ്മെൻറ്റ് മേടിക്കാനുണ്ടായിരുന്നു, ഒരു വർക്കിൻ്റെ ലാസ്റ്റ് വീക്ക് ചെയ്തൊരു വർക്കിൻ്റെ പേയ്മെൻറ്റ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. സോ നിങ്ങളെ കടയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പുനലൂരൊക്കെ ബേസ് ചെയ്ത ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവൻറ്റ് പാർട്ടീസോ ഫങ്ഷൻസോ വെഡ്ഡിങ് ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും. നല്ല അടിപൊളി ഡെക്കോറുകളും അല്ലേ, എല്ലാ കാര്യങ്ങളും മിതമായ നിരക്കിൽ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓൺലൈൻ ബുക്കിങ്സ് ആണ് വരുന്നത്. സോ നമ്മൾ നിങ്ങൾ ഇതുവഴി വന്നപ്പോൾ നിങ്ങൾ നമ്മുടെ ഷോപ്പൂടെ കാണിച്ചു തന്നെയാണ്. നമ്മുടെ പ്രൊഫഷൻ ഇതാണ്, ഇവന്റ് മാനേജ്മെന്റ് ആണ് എൻ്റെ പ്രൊഫഷൻ. നീതു വേറൊരു മേഖലയാണ്, എൻ്റെ ഡിഫറെന്റ് മേഖലയാണ്, പ്രവാസി ഫെഡറേഷൻ. ആക്ച്വലി നീതു ഒരു ടീച്ചർ ആയിരുന്നു. ഇപ്പം ടീച്ചിങ് പ്രൊഫഷൻ വിട്ടിട്ട് വേറൊരു ഫീൽഡിലേക്കാണ്. ഇനിയിപ്പം ഗ്രാജുവലി ടീച്ചിങ് പ്രൊഫഷനിലേക്കൊക്കെ വരണമെന്നൊക്കെ ഉണ്ടല്ലേ. പിന്നെ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിത് നമ്മുടെ ഷോപ്പ് ഒന്ന് കാണിക്കണം, നിങ്ങളെ കാണിക്കണം തോന്നി. ഇവിടെ നീ കണ്ടില്ലല്ലോ? അതെ, മെയിനായിട്ട് നമ്മളിവിടെ ഇന്ന് വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പുതിയ അഡ്വർടൈസ്മെന്റ് ബോർഡാണ്. ഇത് നമ്മുടെ മണിയാറിന്ന് പുനലൂരേക്ക് പോകുന്ന റോഡിലാണ് നമ്മളിത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇവർ കണ്ടില്ലായിരുന്നു കേട്ടോ, നീ ഇതൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. തനു നല്ല നിർബന്ധമാണ്, പാല് വേണോ? തനു ചെറിയ ചെറിയ വാക്കുകളൊക്കെ സംസാരിക്കും. പാല്, വേറെന്ത് പറയുന്നത്, ചായ, അച്ഛൻ, അമ്മന്നൊഴിച്ച് ബാക്കിയൊക്കെ പറയും. ചേച്ചി എന്നുള്ള വിളിയാണ് സെറ്റ്. ദൈവൂട്ടി വിളിക്കുന്നത് ചേച്ചി. അത് കേൾക്കാൻ നല്ല ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ അത് തന്നെ, ചേച്ചീനെ വിളിച്ചേ ഏൽപ്പിച്ചേ. തന്നെ ചേച്ചീനെ വിളിച്ചേ. തന്നെ നമ്മള് പിന്നെ എന്തെങ്കിലും ചോദിച്ചു, അത് തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്നെ ഭയങ്കര പോസാ. ഇനിയിപ്പോ ഞങ്ങൾ നേരെ പോകുന്നത് തുണി എടുക്കാൻ വേണ്ടിയിട്ടാണ്. തനുവിന് ഡ്രസ്സിന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനുവിന് ഡ്രസ്സ് ഇങ്ങനെ തനു വലുതായി വരും തോറും ഡ്രസ്സുകൾ നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെല്ലാം അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെ. പിന്നെ തനുവിന് ഒരുപാട് ഡ്രസ്സ്, ഒരു ദിവസം തന്നെ 3-4 ഡ്രസ്സുകൾ മാറ്റി ഇടേണ്ട വരും. അറിയാം. അപ്പൊ നമ്മൾ മിക്ക ആഴ്ചകളിലും തനുവിന് ഡ്രസ്സ് എടുക്കാറുണ്ട്. പിന്നെ ഇന്നലെ ഞങ്ങൾ പോയി ദേവുവിന് ഡ്രസ്സും ഇതൊക്കെ എടുത്തായിരുന്നു, ചെരുപ്പും ഇതൊക്കെ വാങ്ങിയായിരുന്നു. സോ ഇനിയിപ്പം സ്കൂൾ ഓപ്പണിങ്ങിന്റെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ബാക്ക് ടു സ്കൂൾ എന്നുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഇവളും നീതുവും ദേവും ഒക്കെ നല്ല പ്രിപ്പയർ ആയിട്ടിരിക്കുക. ബാക്ക് ടു സ്കൂൾ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ഒക്കെ ഇന്നലെ പറയുന്ന കേട്ടായിരുന്നു. സോ അതൊക്കെ ഇനി നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകും. പക്ഷെ അവിടെ നമുക്ക് ഒരു രക്ഷയില്ല, താനും ഉണ്ടായത് കൊണ്ട് നമുക്ക് അവിടെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അംഗമായിരിക്കും. സോ ഞങ്ങൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഗൈസ്, നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഇല്ലേ കൂടി വരുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്ക് 5-10 വെച്ചൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. ഒന്നുമില്ല, 0-ൽ നിന്ന് നമുക്കിപ്പോ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ. സോ നമ്മുടെ വീഡിയോ കാണാൻ 10 പേരെങ്കിൽ 10 പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. തുടർന്നുള്ള നമ്മുടെ എല്ലാ രസകരമായ ഷോർട്ടുകളൊക്കെ നിങ്ങൾ കാണാം കേട്ടോ. നമ്മുടെ ഷോർട്ടുകളൊക്കെ ഒരുപാട് ആൾക്കാർ അഭിപ്രായമൊക്കെ പറഞ്ഞ ഷോർട്ട് വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ഇറ്റ്സ് മീ ആദർശ്. ബൈ. തന്നെ ടാറ്റ പറഞ്ഞു. പൊട്ടൊക്കെ നോക്കിയിരിക്കുന്ന